എല്ലാവർക്കും നമസ്കാരം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. The Lover's energy, 8 of Wands, 4 of Swords, 5 of Cups, 4 of Wands, King of Pentacles. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തുടക്കത്തിൽ തന്നെ പലരുടെയും വിവാഹ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹമൊക്കെ നിശ്ചയിച്ച് വച്ചിരിക്കുന്നവർ ഈ ഒരു മാസം വിവാഹം തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പുതിയൊരു കാര്യം എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ സങ്കല്പിച്ചതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒക്കെ ഒത്തിരി ഉയരത്തിൽ ഒത്തിരി സന്തോഷപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന സമയം എന്ന് പറയാം. അതേപോലെ തന്നെ സർപ്രൈസസ് ജീവിതത്തിൽ ലഭിക്കുന്ന സമയം കൂടിയിട്ടാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരുന്ന തരത്തിലുള്ള സർപ്രൈസസ് ഒക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, നിങ്ങളുമായിട്ടൊരു ആത്മബന്ധം ഉള്ള വ്യക്തികൾ തമ്മിൽ നല്ല തലത്തിലുള്ളൊരു പങ്കാളിത്തം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളിവിടെ. അതായത് ഏതൊക്കെ കാര്യങ്ങൾ എവിടെ എങ്ങനെ എപ്പോൾ എന്ത് എന്നുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. ചില ആളുകൾ വിവാഹശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എത്തി നിൽക്കുന്നുണ്ടാവാം. അത് പാരൻസിന്റെ അടുത്ത് അതുമായിട്ട് സംസാരവും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി തീരുമാനിച്ചതിനനുസരിച്ച് വിവാഹശേഷം നിങ്ങൾ മറ്റൊരു ഫ്ലാറ്റിലേക്കോ വീട്ടിലേക്കോ ഒക്കെ മാറുന്നതോ അല്ലെങ്കിൽ വിവാഹശേഷം നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് മാറി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോൾ വിവാഹം വീട്ടുകാരും കാര്യങ്ങളും എല്ലാവരും തീരുമാനിച്ചതാണെങ്കിൽ കൂടി വലിയ അത്യാഡംബരപൂർവ്വം വീട്ടുകാർ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ വിവാഹം. ഒന്നെങ്കിൽ ഒരു രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ച് വളരെ ലളിതമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ വസ്ത്രങ്ങളായാലും ആഭരണങ്ങളായാലും ഒക്കെ കുറച്ച് മിതമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ വിവാഹം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാവരിലും ഒരുപോലെയല്ല, പക്ഷെ ഒരു പരിധി വരെ ആ ഒരു രീതിയാണ് കാണുന്നത്. 8 of Wands എനർജിയാണ്. അപ്പോൾ ഈ ഒരു 8 of Wands എനർജി സൂചിപ്പിക്കുന്നത് നമ്മളുടെ പലരുടെയും ഉള്ളിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണം എന്നുള്ളൊരു, അതായത് ധൃതി ഈ ഒരു മാസം കൂടുതലാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ക്ഷമിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് നടക്കണം എന്നുള്ളൊരു ധൃതിയാണ്. പ്രത്യേകിച്ച് സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒരു ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇനിയെല്ലാം കഴിഞ്ഞു, ഇനി പെട്ടെന്ന് എന്തുകൊണ്ട് നടന്നുകൂടാ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ക്ഷമ ഇവിടെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് എല്ലാം ആ ഒരു രീതിയിൽ നടക്കണം എന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങളും മറ്റുള്ളവരുടെ കൺട്രോളിലാണെങ്കിൽ, കാരണം നമ്മൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്തു, ബാക്കി ഇനി വേറെ ആളുകൾ കൂടി അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്കൊരു കാര്യത്തിൽ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മറ്റുള്ളവരെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പുഷ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന പോലെ എങ്ങനെ എന്ത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ക്ഷമ അനിവാര്യമായിട്ടുണ്ട്. ആ ഒരു പരിധി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം നടക്കാനായിട്ട് ഇപ്പോൾ ഒരു മാക്സിമം ഒരു 6 months പറയാണ് എങ്കിൽ 2 മാസം ആകുമ്പോൾ തന്നെ അത്
അതിൽ ഇപ്പോൾ അവർ ഓൾറെഡി തന്നെ 6 മന്ത്സ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് അതിനുവേണ്ടി അന്വേഷണങ്ങൾ നടത്തുക. ഓവറായിട്ട് മറ്റുള്ളവരെ എന്താ പറയുക, അവരുടെ പുറകെ നടന്ന് അവരുടെ ഒരു ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന എടുത്ത് പറയുന്നത്. പിന്നെ ധൃതി പിടിച്ച കാര്യങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്ന് ഉള്ളൊരു അല്ലെങ്കിൽ വൈകിയേ നടക്കൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമയമെടുക്കുമെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ മാസത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. അതേപോലെ 4 ഓഫ് സോർട്സ് എനർജിയാണ്. വിദേശ രാജ്യത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ യാത്രകൾ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് തരുന്ന ഇടങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യമുണ്ട്. പലരെയും സംബന്ധിച്ചൊരു ഹോം സിക്നെസ്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഒരു ഹോം സിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ വന്ന് പോകാനുള്ള അല്ലെങ്കിൽ ഫാമിലിയെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ. മറ്റു ചിലരെ സംബന്ധിച്ച് നാട്ടിലേക്ക് വിദേശത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഉള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് ഫാമിലി ആയിട്ട് നാട്ടിൽ തിരിച്ചു വന്ന് സെറ്റിലാവുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ പൊതുവിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 5 ഓഫ് കപ്സ് എനർജിയാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ പുറകോട്ടേക്ക്, അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടി സമയം വെറുതെ കളയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ പറ്റിയില്ല, അത് ഫെയിലിയർ ആയിപ്പോയി, അവിടെ നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ഇനിയും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കും. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരിടത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഒരിക്കൽ കൂടി ചെയ്യാനായിട്ട് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾക്കും ഭയമായിരിക്കും, കൂടെ ഉള്ളവർ ആ ഒരു ഭയപ്പെടുത്തുന്നുണ്ടാവാം. ഒരിക്കൽ തോറ്റുപോയി എന്ന് വെച്ചിട്ട് ജീവിതത്തിൽ അത് തന്നെ ആലോചിച്ചിട്ട് ഇനി ഒരിക്കലും ശ്രമിക്കാം. പിന്നെ വളരെയധികം ശ്രദ്ധിക്കുക. കഴിഞ്ഞുപോയ കാലത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ശ്രമിക്കാവുന്നതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു, അതിൽ തന്നെ ആലോചിച്ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. 4 ഓഫ് വൺസ് എനർജിയാണ്. വീട് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, വീട് വയ്ക്കുകയോ വാങ്ങിക്കുകയോ സ്വന്തമായിട്ടൊരു വീടെന്നുള്ളൊരു സങ്കല്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സങ്കല്പം അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ എന്താ പറയുക, 4 ഓഫ് വൺസ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യമാണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, ആ കാര്യം നേടിയതിൻ്റെ ഒരു സന്തോഷമാണ് ഇവിടെ. അപ്പം അതൊരു പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോഴ്സായിരിക്കാം, വിദേശത്ത് പോകാനുള്ള അവസരം വരുന്നുണ്ട്, അതേപോലെ വീട്, അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയം കൂടിയിട്ടാണ്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി. അപ്പോൾ റിട്ടയർമെന്റ് ഫേസിലെത്തി നിൽക്കുന്നവർക്ക്, നിങ്ങൾ റിട്ടയർ ആയി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നവർ, അതായത് ഇനി ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക്, നിങ്ങൾ ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടാവാം. മറ്റു ചിലരെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ വീണ്ടും ജോലി തുടരുകയോ അല്ലെങ്കിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്ന, അങ്ങനെ പല വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് നിങ്ങളായിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് ഇറങ്ങുക. കാരണം ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ ജോലി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത ഈ ഒരു മാസത്തിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്.
ചില ആളുകൾക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ ഉദ്യോഗക്കയറ്റം, ശമ്പള വർധനവും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.